ടീച്ചറെ എന്ത് തോന്നുന്നു ടീച്ചറെ? ഈ കേരളത്തിലെ ഇതിനപ്പുറത്തേക്ക് ഇപ്പം ഞാൻ ഞെട്ടിപ്പോയതൊരു കാര്യം, ഈ ശബരിമല ശ്രീകോവിലിന് മുന്നിലെത്തിയാൽ തീർത്ഥം വാങ്ങിയാൽ അത് സാനിറ്റൈസർ പോലെ ഉരച്ച് കളയുന്ന മന്ത്രിമാരും ദേവസ്വം മന്ത്രിമാരൊക്കെ നമുക്കുള്ളത്. നമ്മുടെ രാഷ്ട്രപതി ശബരിമല പോയി ശ്രീകോവിലിന് മുന്നിൽ കൈകൂപ്പി തൊഴുന്ന സമയത്ത് തൊട്ടടുത്തുണ്ടായിരുന്ന ദേവസ്വം മന്ത്രി ഇതെന്താ പരിപാടി എന്നൊക്കെ അറിയാത്ത പോലെ മാറി നിൽക്കുന്നതും നമ്മൾ കണ്ടതാണ്. അങ്ങനെ ഒരു ദേവസ്വം മന്ത്രി ഈ ഒരു പവിത്രമായ ചടങ്ങിന് രക്ഷാധികാരി ആകാമെന്ന് സമ്മതിച്ചത് എനിക്ക് വലിയ അതിശയത്തോടു കൂടിയാണ് ഞാൻ നോക്കി നിന്നത്. ഇപ്പം ഏകദേശം അതിന് ഉത്തരം കിട്ടിയോ ടീച്ചർ? തീർച്ചയായും. കാരണം അവരെ ഞങ്ങൾക്ക് എതിർപ്പില്ല എന്ന് കാണിക്കാൻ രക്ഷാധികാരി പദവിയിലൊക്കെ ഇരിക്കുകയും അതേസമയം അത് ഏകദേശം നടപ്പിലാകാനുള്ള ഒരു സാഹചര്യം വരുന്ന സമയത്ത് അത് നിയന്ത്രിക്കാൻ അത് ഏതൊക്കെ മാർഗത്തിലൂടെ സാധിക്കുമോ, നിയമപരമായ മാർഗത്തിലൂടെ അല്ലെങ്കിൽ എങ്ങനെയാണോ സാധിക്കുക അത് ചെയ്യുകയും ചെയ്യും. ഒരേ സമയം അവര് വേട്ടപ്പട്ടിയോടൊപ്പം കുരയ്ക്കുന്നുണ്ട്, അതേസമയം മൊയലിനോടൊപ്പം ഓടുന്നുണ്ട്. കാരണം മതേതരത്വത്തിന്റെ ഒരു തരം ട്രപ്പീസ് കളിയാണ് കളിക്കുന്നത്. കാരണം ഇത് മലപ്പുറമാണ്. അവിടെ ചിലർ ആഗ്രഹിക്കുന്നതേ നടക്കാവൂ എന്നുള്ളത് കാലങ്ങളായി മലപ്പുറത്തിന്റെ ഒരു നീതിയോ രീതിയോ ആയി നമ്മളെല്ലാം മനസ്സിലാക്കുന്നുണ്ട്. ഇതേ തിരുനാവായിൽ നിന്നാണ് തിരുനാവായെയും തവനൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കാനുള്ള ഒരു പാല നിർമ്മാണം വളരെ സാധാരണക്കാരന് വളരെ പ്രയോജനപ്പെടുന്ന ഒരു കാര്യം. പക്ഷെ അതുപോലും എങ്ങനെ ഹിന്ദു വിരുദ്ധമാക്കാം എന്നതിലായിരുന്നു അവിടുത്തെ ജനപ്രതിനിധികളും മറ്റും വളരെ അശ്രാന്ത പരിശ്രമത്തിൽ അല്ലെങ്കിൽ ഗവേഷണം ചെയ്ത് കണ്ടുപിടിച്ചത്. അതുകൊണ്ട് തന്നെ വളരെ വളഞ്ഞ് ആരാധ്യനായ കേളപ്പജിയുടെ സ്മൃതി മന്ദിരവും കേളപ്പജിയുമായി ബന്ധപ്പെട്ട ഓർമ്മകളും ഒക്കെ നശിപ്പിക്കുന്ന വിധത്തിൽ, എന്നാൽ ഏതെങ്കിലും തരത്തിൽ ലാഭം ഉണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. കേരളത്തിന്റെ ആരാധ്യനായ മെട്രോമാൻ ശ്രീധർജി ഇതിനേക്കാൾ ചെലവ് കുറഞ്ഞതും ഇതിനേക്കാൾ ദൂരം കുറവുള്ളതും ഒക്കെയായ മറ്റൊരു പരിഹാരം അതിനുണ്ടാക്കിയതാ. പക്ഷേ എന്നിട്ടും ഇതിലെ തന്നെ ഉണ്ടാക്കണം. ഈ ത്രിമൂർത്തി സംഗമത്തിന്റെ പ്രാധാന്യം കുറച്ചുകൊണ്ട് കേളപ്പജിയെ പോലുള്ളവരുടെ സ്മാരകം മലപ്പുറത്തിന് പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് ഇത്തരത്തിലുള്ള നീക്കങ്ങളുമായി മുന്നോട്ട് പോകുമ്പോഴും നമ്മുടെയൊക്കെ മനസ്സിൽ ആശങ്കയുണ്ടായിരുന്നു. കാരണം ഇത് മലപ്പുറമാണ്, നടക്കാൻ സമ്മതിക്കുമോ? മലപ്പുറത്തിന്റെ പൈതൃകങ്ങൾ തേടിയാണല്ലോ ഇപ്പൊ ഈ കുംഭമേള ഇവിടെ വരുന്നത്. മഹാമകം എന്ന് തുടങ്ങുന്നത് മലപ്പുറത്തിന്റെ പൈതൃകങ്ങളുടെ ഒരു വിളംബരമാണ്. പൈതൃകം എന്താണ് എന്നുള്ളത്. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമാകാൻ ഏതെങ്കിലും ജില്ലയ്ക്ക് അങ്ങനെ ഒരു പദവി വേണമെങ്കിൽ ശരിക്കും അതിന് അർഹതയുണ്ടായിരുന്ന ജില്ല മലപ്പുറം ജില്ലയാണ് ഇന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. അത് ഈ മാമാങ്കത്തിന്റെ ആതിഥേയത്വം വഹിക്കുന്നു. കാരണം അന്ന് രാഷ്ട്രീയ കേരളവും ആത്മീയ കേരളവും അതുപോലെ തന്നെ വാണിജ്യ കേരളവും എല്ലാം സംഗമിച്ചിരുന്നത് ആ ഭാരതപ്പുഴയുടെ തീരത്തായിരുന്നു, നമുക്കറിയാം. അപ്പൊ അതിന്റെ ഒരു സംഗമ ഭൂമി തന്നെയാണ് മലപ്പുറം. ഇനി അതിനും അപ്പുറമായിട്ട് കേരളത്തിലെ ഏറെ സവിശേഷതകളുള്ള, ഏറെ ചൈതന്യമുള്ള, പ്രാധാന്യമുള്ള മഹാക്ഷേത്രങ്ങൾ പലതും നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലാണ്. അതുപോലെ തന്നെ എഴുത്തച്ഛനെ പോലെ, പൂന്താനത്തെ പോലെ, മെൽപ്പത്തൂരിനെ പോലെയൊക്കെയുള്ള ഭക്തകവികളുടെ ജന്മം കൊണ്ടും അനുഗ്രഹിക്കപ്പെട്ട മണ്ണാണത്. ആ മണ്ണിനെ ടിപ്പുവിന്റെ പടയോട്ടവും 21 വരെയുള്ള ഏകദേശം 10-80 വർഷത്തോളം നടന്ന കുപ്രസിദ്ധമായ മാപ്പിള ലഹളകളും ഒക്കെ ആ മണ്ണിന്റെ ഘടന ഏറെ മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിലപ്പുറമാണ് അന്ന് അവർക്ക് സാധിക്കാത്ത, അന്ന് ഒരുപാട് പേരെ കൊല്ലാൻ സാധിച്ചിരിക്കാം, ക്ഷേത്രങ്ങൾ തകർക്കാൻ സാധിച്ചിരിക്കാം, പക്ഷെ എന്നാലും അതിന്റെ സംസ്കൃതി നശിപ്പിക്കാൻ അവർക്കായിരുന്നില്ല. അതിപ്പോ ഐക്യ കേരളം വന്നതിന് ശേഷം വിവിധ നിയമനിർമ്മാണങ്ങളിലൂടെയോ അല്ലെങ്കിൽ ഭരണകൂടങ്ങൾ ആർക്കൊക്കെയോ വേണ്ടി ചെയ്യുന്ന വിടുപണിയിലൂടെയോ അത് നശിപ്പിക്കാനുള്ള ഒരു പരിശ്രമമാണ് ഇപ്പൊ നടക്കുന്നത്. നമുക്കറിയാം, തിരുമാന്താംകുന്ന് ക്ഷേത്രത്തെ പച്ചയടിച്ച് നമ്മൾ മറന്നിട്ടില്ല. ജനലക്ഷങ്ങൾ വരുന്നൊരു ക്ഷേത്രമാണ് തിരുമാന്താംകുന്ന് ക്ഷേത്രം. അപ്പൊ ആ ക്ഷേത്രത്തിൽ ഞങ്ങളെല്ലാം അനുവദിക്കുന്നു, അവിടെ എല്ലാം നടക്കുന്നുണ്ടല്ലോ. അപ്പൊ പലരും ചോദിക്കുന്ന ചോദ്യമാണ്, മലപ്പുറം ജില്ലയിൽ ഉത്സവങ്ങൾ നടക്കുന്നില്ലേ, ആരെങ്കിലും എതിർക്കുന്നുണ്ടോ? ഉത്സവങ്ങൾ നടക്കുന്നത് എതിർക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അതിന്റെ ആ പ്രകൃതം എന്തായിരിക്കണം എന്നുള്ളത് അവർ നിശ്ചയിക്കുന്നു. പൂരക്കമ്മിറ്റിയിൽ അടക്കം ക്ഷേത്രവുമായി ഒരു തരത്തിലും ബന്ധമില്ലാത്ത, ക്ഷേത്രവിശ്വാസികളല്ലാത്ത ആളുകളെ തിരികെ കയറ്റിയതൊക്കെ നമ്മൾ കണ്ടു. അപ്പൊ ആ മലപ്പുറത്ത് അതിന്റെ പൈതൃകവും അതിന്റെ വേദികളും അന്വേഷിച്ചുള്ള ഒരു യാത്രയായ കുംഭമേള, അത് മാത്രമല്ല ജനലക്ഷങ്ങൾ പ്രതീക്ഷിച്ച് ഇന്ത്യയിലെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നെത്തിക്കൊണ്ട് ഇതിപ്പോ ഒരു തുടക്കം തന്നെ ഗംഭീരമാകുമ്പോൾ ഇനി അങ്ങോട്ട് ഇത് വളർന്നാൽ അത് മലപ്പുറത്തിന്റെ ഘടനയെ ബാധിക്കുമോ എന്ന ഭയത്തിൽ നിന്നാണ് ഇന്നിപ്പോ റവന്യൂ അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനൊരു നീക്കം ഉണ്ടായിരിക്കുന്നത്. കേളപ്പജിയുടെ സ്മൃതി മന്ദിരത്തിന് മുകളിലൂടെ പാലം നിർമ്മിക്കണം എന്ന മലപ്പുറം ജില്ലയുടെ വാശിയോടൊപ്പം തന്നെ വാരിയംകുന്നന് സ്മാരകം വേണം എന്നുള്ളതും ഇതേ മലപ്പുറത്ത് അതിനുവേണ്ടി കോടികൾ ചെലവഴിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടില്ല. അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, നിലമ്പൂർ, മലപ്പുറം ജില്ലയുടെ ഈ പൈതൃകത്തിലെ എന്തുകൊണ്ടും ശ്രദ്ധിക്കപ്പെട്ട ഒന്നാണ് നിലമ്പൂർ കോവിലകം. ആ നിലമ്പൂർ കോവിലകത്തിന്റെ ക്ഷേത്രത്തിന്റെ ഭാഗമായി, ക്ഷേത്ര അടിയന്തരത്തിന്റെ ഭാഗമായി നടക്കുന്ന നിലമ്പൂർ പാട്ട്,
അത് ഏകദേശം ഒരു പതിറ്റാണ്ടിലധികമായി എന്ന് എനിക്ക് തോന്നുന്നു. ആ പാട്ടിനോടനുബന്ധിച്ച ഒരു കാർണിവൽ പോലെ, ഒരു ടൂറിസം മേള പോലെ നടക്കുകയും എന്താണോ പാട്ട് അതിന്റെ പ്രകൃതത്തിൽ നിന്ന് അതിനെ അകറ്റിക്കൊണ്ടുപോയി. എന്താണ് നിലമ്പൂർ പാട്ട് എന്ന് പറഞ്ഞപ്പോൾ അതിന് ക്ഷേത്രവുമായി ഒരു ബന്ധമില്ല എന്നുള്ളതാണ്. അവിടെ വരുന്ന പല അതിഥികളുടെയും സംസാരം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അത്ഭുതപ്പെടാറുണ്ട്. അവരുടെയൊക്കെ ധാരണ അങ്ങാടിയിൽ നടക്കുന്ന ഈ പേക്കൂത്താണ് നിലമ്പൂർ പാട്ട് എന്നുള്ളതാണ്. നിലമ്പൂർ ഒരു കാർണിവൽ വേണമെങ്കിൽ വേറൊരു സമയത്ത് നടത്താം, പക്ഷെ അത് ഇതേ സമയത്ത് നടത്തുകയും കഴിഞ്ഞ ദിവസം വാരിയും കുന്നനെയൊക്കെ അവിടെ ശ്രേഷ്ഠമായി അല്ലെങ്കിൽ പാടി പുകഴ്ത്തുകയും ഒക്കെ ചെയ്തത് കണ്ടു. അപ്പോ ഇത് നമുക്കൊട്ടും അത്ഭുതമില്ല. കുംഭമേള നിർത്താൻ അവരാലാകുന്ന രാഷ്ട്രീയ കേരളത്തിനാകുന്ന വിധത്തിൽ അത് ശ്രമിക്കും എന്ന് നമുക്കറിയാം. പക്ഷെ അവിടെ കുംഭമേള നടത്തുക എന്നുള്ളത് മഹാമണ്ഡലേശ്വർ ആനന്ദവര സ്വാമികളുടെ മാത്രം തീരുമാനമല്ല, അത് ഹൈന്ദവ സമൂഹത്തിന്റെ തീരുമാനമാണ്, ഹൈന്ദവ സമൂഹത്തിന്റെ ആവശ്യമാണ്. അത് നമ്മുടെ പൈതൃകത്തോട് നമുക്ക് ചെയ്യാനുള്ള ഒരു ഏറ്റവും വലിയ ഈ തെക്കൻ ഭാരതത്തിൽ, ദക്ഷിണ ഭാരതത്തിൽ ഇങ്ങനെ ഒരു കുംഭമേള നടത്താൻ പോകുന്നു. ജുന അഖാഡയുടെ ഒക്കെ കാർമ്മികത്വത്തിൽ, നേതൃത്വത്തിൽ ഹൈന്ദവ സഹോദരങ്ങൾ ഒന്നിച്ചുകൊണ്ട് ഒരു പരിപാടി നടത്താൻ പോകുന്നു എന്നൊക്കെ ആലോചിക്കുമ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം വരുന്നത്, സ്വാഭാവികമായിട്ട് ഈ ചർച്ചയുടെ തുടക്കത്തിൽ ഞാൻ ആ പരാമർശം പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി പങ്കുവെച്ചതാണ്. അങ്ങ് കാതങ്ങൾക്കപ്പുറം ഉത്തരേന്ത്യയിൽ ഒരു കുംഭമേള നടന്നപ്പോൾ അതിന് കേരളത്തിൽ നിന്ന് ആളുകൾ പോയപ്പോൾ ഇവിടെ വലിയ ചൊറിച്ചിലായിരുന്നു. 100% ലിറ്ററസി സാർ, ഇതെന്തൊരു കഷ്ടമാണ്. CPM-ൻ്റെ കീഴിലുള്ള ഒരു സംസ്ഥാനത്ത് നിന്ന് ആളുകൾ ഇതാ പോകുന്നു, നിങ്ങളുടെ ചുറ്റുവട്ടത്തിലുള്ള ഒരു 10 പേരെങ്കിലും ഈ ചടങ്ങിൽ പുണ്യസ്നാനത്തിൽ പങ്കെടുത്തു, ഇത് വലിയ പ്രശ്നമാണ് കേരളത്തിൽ എന്നൊരു നെറേറ്റീവ് ഇവിടെ സൃഷ്ടിക്കുകയാണ്.